നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി വന്ന തകിടം മറിയലിൽ തരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പുതിയ സാഹചര്യം ആർക്ക് പ്രയോജനം ചെയ്യുമെന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയാണ്. വികസനവും തുടർഭരണവും അഴിമതിയും പോലുള്ള വിഷയങ്ങളായിരുന്നു തുടക്കത്തിൽ ചർച്ചയായതെങ്കിൽ PV അൻവറിൻ്റെ കാലുമാറ്റവും അദ്ദേഹം പൊട്ടിച്ച ബോംബുകളുമാണ് അടുത്ത ഘട്ടത്തിൽ പ്രചാരണം കൊഴുപ്പിച്ചത്. ചിട്ടയായ പ്രചാരണ തന്ത്രങ്ങളുമായി മുന്നേറുന്നതിനിടെയാണ് കുട്ടിയുടെ ഷോക്കേറ്റുള്ള മരണം എല്ലാം കീഴ്മേൽ മറിക്കുന്നത്. അതേസമയം ഈ വിഷയം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനവുമാണ്. വന്യമൃഗശല്യവും വന്യമൃഗ ആക്രമണവും തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമായിരുന്നു. ഇത് പ്രധാനമായും ഉയർത്തിയത് PV അൻവറും. ഇടത് സർക്കാരിനെയും വനം വകുപ്പിനെയുമാണ് അൻവർ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ തനിക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകുമെന്ന് ഉറപ്പു നൽകിയാൽ UDFനെ വിജയിപ്പിക്കാൻ സഹകരിക്കാമെന്ന് അൻവർ പറഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഏത് സർക്കാർ വന്നാലും വന്യമൃഗ പ്രശ്നം പരിഗണിക്കാറില്ലെന്നും മലയോര കർഷകരുടെ സ്ഥിരം പരാതി അതിൽ അല്പം കാര്യമുണ്ടെന്ന് കാണാം. വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് കഴിഞ്ഞ ഡിസംബറിലും ഒരാൾ മരിച്ചിരുന്നു. തെങ്ങുകയറ്റ തൊഴിലാളിയായ കാരക്കോട് പുത്തിരിപ്പാടം പുത്തൻ വീട്ടിൽ രാമകൃഷ്ണനാണ് മരിച്ചത്. എന്നാൽ ആ പ്രദേശത്തുള്ളവരല്ലാതെ ആരും ഈ സംഭവം കാര്യമായെടുത്തില്ല. ഒരു രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നില്ല. ഡിസംബർ 11 പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രാമകൃഷ്ണൻ മരിച്ചത്. രാവിലെ 8 ജോലി തേടി പോകുന്നതിനിടയിലാണ് തോട്ടത്തിന് ചുറ്റുമുള്ള വേലിയിൽ നിന്ന് ഷോക്കേറ്റ് രാമകൃഷ്ണൻ മരിക്കുന്നത്. ഭാര്യയും 3 മക്കളും വൃദ്ധയായ അമ്മയുമുണ്ട് ഇയാൾക്ക്. ജീവിത പ്രതിസന്ധിയിലായതോടെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് KCBക്കും വനം വകുപ്പിനും അമ്മയും ഭാര്യയും പരാതി നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നേതാക്കളെല്ലാം സ്ഥലത്തുള്ളതുകൊണ്ടും സംഭവം വലിയ വാർത്തയായതുകൊണ്ടും അനന്തുവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നേതാക്കളും ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളും എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി മുഹമ്മദ് റിയാസ്, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മുൻ മന്ത്രി KK ശൈലജ, MPമാരായ അടൂർ പ്രകാശ്, VK ശ്രീകണ്ഠൻ, K രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, MLA സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ്, PV അൻവർ, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവർ അനന്തുവിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.